സോ നമുക്ക് സി പ്രോഗ്രാമിൽ 5 മോഡ്യൂൾസ് ഉണ്ട്. സോ 5 മോഡ്യൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ടോപ്പിക്സും അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാമിന് നമുക്ക് എങ്ങനെ ആൻസർ എഴുതാനുള്ള എന്താ പറയുക ടിപ്സും നമുക്ക് ഈ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് മൊത്തം 5 മോഡ്യൂൾ ഉണ്ട്. സോ 5 മോഡ്യൂളിലായിട്ട് എന്തുണ്ട്, തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു തിയറി മാത്രം പഠിച്ചാൽ പാസ് ആവുമോ? കാരണം അത് നമുക്കൊരു ഗ്യാരണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ തവണ നമ്മൾ എന്താ പറയാ, ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പാറ്റേൺ എന്ന് പറയുന്നത് ആ ഒരു 4 വർഷത്തെ ഒരു ടേമിൽ എന്തായിക്കൊണ്ടിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ ഇതൊരു അറ്റൻഡ് ചെയ്ത എക്സാംസ് ഒക്കെ നോക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ തൊട്ട് മുമ്പേ ചോദിച്ചിട്ടുള്ള ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. മെക്കാനിക്കലും അതുപോലെ തന്നെ എന്താ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമിലും എന്തായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എന്താ ചോദിച്ചിട്ടുമുണ്ട്. സോ സെയിം ആയിരിക്കും നമ്മൾ ഇവിടെ എന്താ പറയുക സിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. സോ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്തായിട്ട് ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഈ തവണ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മെക്കാനിക്കലിന്റെ പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ മോഡൽ 1 നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്. അതായത് മോഡൽ 1 എന്തെന്ന് പറയുന്നത് നമ്മൾ കുറെ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. അതായത് കമ്പ്യൂട്ടർ എന്താ, അതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഒക്കെ എന്താണ്, പിന്നെ രജിസ്റ്റേഴ്സ് എന്താണ്, സ്റ്റോറേജ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ALU എന്തുവാ, CU എന്താ, അങ്ങനെ കുറെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഇവിടെ നിന്നാണ് മോഡ്യൂൾ 1 നിന്നാണ്. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സും പിന്നെ അൽഗോരിതം. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എഴുതുന്ന കോഡിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. അതേസമയം അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്, ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൽഗോരിതംസ് എന്ന് പറയുന്നത്. സൂഡോ കോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ റഫ് ആയിട്ട് നമ്മൾ എഴുതുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂഡോ കോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും, അവൻ പറയും ആ ജംഗ്ഷൻ നിന്ന് ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ അവിടുന്ന് പിന്നെ ഇടത്തോട്ടെന്ന് പറയുന്നത് സൂഡോ കോഡ്. അതേസമയം അൽഗോർ എന്ന് പറയുമ്പോഴേക്കും അവൻ കറക്റ്റ് ആ ജംഗ്ഷന്റെ പേരും അതുപോലെ തന്നെ എന്താ താഴോട്ട് പോകുമ്പോൾ എത്തുന്ന സ്ഥലത്തിന്റെ പേരും അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, അൽഗോറിതംസ് എന്നും പറയുന്നത്. ബേസിക് ആയിട്ട് നോക്കാനുള്ള അൽഗോറിതംസ് എന്ന് പറയുന്നതിൽ ഒന്ന് ലീനിയർ സെർച്ചും അതുപോലെ തന്നെ ബബിൾ സോർട്ടിന്റെയും അൽഗോറിതം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതുപോലെ തന്നെ അവരെ ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ നോക്കി വെക്കുക. കാരണം ലീനിയർ സെർച്ചും ബബിൾ സോർട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വീണ്ടും റിപ്പീറ്റഡ് ആവാനുള്ള ചാൻസ് എന്താണ്, വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ലീനിയർ സെർച്ചിന്റെയും ബബിൾ സോർട്ടിന്റെയും തന്നെ വേരിയേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിൽ ചോദിക്കാറുണ്ട്. സോ ലീനിയർ സെർച്ചും ബബിൾ സോർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ അതിന്റെ മെയിൻ കോഡും അതുപോലെ തന്നെ അവരുടെ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ എന്താ അൽഗോറിതം നല്ലോണം നോക്കി വെക്കുക. പിന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് പറയുന്നത് അൽഗോറിതംസ് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ 2 നമ്പറിന്റെ അതായത് ഒരു ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തൊക്കെയാ ചോദിക്കുന്നത്, അൽഗോറിതം ഫ്ലോ ചാർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. സോ എന്ത് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇപ്പം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ എടുക്കും, ആദ്യം സ്റ്റാർട്ട് ദ പ്രോഗ്രാം, ദെൻ ഇൻപുട്ട് ദ യൂസർ ഫോർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, കാൽക്കുലേറ്റ് റിസൾട്ട് ഏരിയ ഈസ് ഈക്വൽ ടു L into B, പ്രിന്റ് ഏരിയ, എൻഡ് ദ പ്രോഗ്രാം. ഇത്ര എഴുതുമ്പോൾ നമുക്ക് എന്താ അവിടെ മാർക്ക് സെക്യൂർ ആയി. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട്സും അൽഗോരിതം മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ലീനിയർ സെർച്ചും ബബിൾ സോർട്ടിന്റെയും എന്താ പറയുക അൽഗോരിതം ഫ്ലോ ചാർട്ട് നല്ല ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ബേസിക് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ്, കമ്പ്യൂട്ടറിൽ ഏതൊക്കെ പാർട്സ് ഉണ്ട്, ഏതൊക്കെയാണ് മെമ്മറി യൂണിറ്റ്സ്, അവരെന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ മോഡൽ 1 നിങ്ങൾ കവർ അപ്പ് ചെയ്യുക. മോഡൽ 2 വരുമ്പോൾ അഗെയിൻ ബേസിക് തിയറി ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ 2 നിന്നും ചോദിക്കാൻ ചാൻസസ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ സി പ്രോഗ്രാമിംഗ് എന്താണ്, സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണ്, സി പ്രോഗ്രാമിന്റെ എത്ര പാർട്ടുണ്ട്, 6 പാർട്ടുണ്ട്. ലിങ്കേജ് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ സെക്ഷൻ, പിന്നെ ഇമ്പോർട്ട്സ്, പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ, അതുപോലെ എന്താ സബ് പ്രോഗ്രാംസ്. സോ ആ ഒരു സ്ട്രക്ചർ 6 വരുന്നുണ്ട്. സോ 6 എന്താണെന്നും അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ആ ഒരു തിയറിയോടെ ആലോചിച്ച് വെക്കുക. പിന്നെ നമുക്ക് വരുന്ന ഡേറ്റ ടൈപ്സ് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിക്കും, ടോക്കൺസ് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. ടോക്കൺസിന്റെ അകത്താണ് നമ്മൾ എന്ത് പറയുന്നത്, കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ് ഒക്കെ വരുന്നത്. ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, യൂണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ആ ഒരു തിയറി എന്താണെന്നും അതുപോലെ തന്നെ ആ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നും എന്ത് ചെയ്യുക, നല്ലപോലെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും. സോ മോഡൽ 2 എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മെയിൻ ആയിട്ട് എന്തായിരിക്കും, ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിരിക്കും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഇഫ് എൽസ് സ്വിച്ച്. സോ നമുക്ക് ചിലപ്പോൾ ഒരു പ്രോഗ്രാം ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ ഈവൻ എന്താ പറയുക
ആംസ്ട്രോങ് ആണോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന നമ്പർ പാലൻഡ്രോം ആണോ എന്ന് അങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി ഏത് മോഡലിൽ നിന്ന് വരുന്ന മോഡൽ 2 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ ഫോറും വൈലും ഡു വൈലും ഉണ്ട്. അതിൽ വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം വൈൽ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ലൂപ്പിംഗ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതേസമയം ഡു വൈൽ എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്, ആദ്യം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. സോ അതാണ് എന്താന്ന് പറയുന്നത് വൈലും ഡു വൈലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതുപോലെ തന്നെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോഗ്രാംസ് എടുത്ത് വെച്ച് ഫോർ എക്സാമ്പിൾ നമ്മള് പ്രിന്റ് സം ഓഫ് എൻ നമ്പേഴ്സോ അല്ലെങ്കിൽ പ്രിന്റ് എൻ നമ്പേഴ്സ് അപ് ടു എ ലിമിറ്റോ, നമ്പർ ആംസ്ട്രോങ് ആണോ അല്ലെങ്കിൽ നമ്പർ പാലൻഡ്രോം ആണോ, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്, മോഡൽ 2 എന്നാണ് വരുന്നത്. സോ അഗെയിൻ ബേസിക് തിയറി ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ തന്നെ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, ഓരോ ഡേറ്റ ടൈപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുക. ഓപ്പറേറ്റേഴ്സും മെയിൻ ആയിട്ട് നോക്കണം, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കി വെക്കുക. പിന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ എന്താ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ സിൻടാക്സും അവരെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കി വെക്കുക. ഇനി മോഡൽ 3യും 4 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മോഡൽസ് ആണ്. കാരണം മോഡൽ 3യും മോഡൽ 4 നിന്നാണ് മെയിൻ ആയിട്ട് കോഡിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത്, മോഡൽ 3 നിന്നും മോഡൽ 4 നിന്നുമാണ്. സോ മോഡൽ 3യിൽ ആദ്യം നമ്മൾ നോക്കാനുള്ള 1D അറേയും 2D അറേയും നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താ അവരെങ്ങനെയാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്ത് 1 by 1 ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നതാണ് ഇവിടെ നോക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള. അതുപോലെ തന്നെ ഒരു മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കണം. കാരണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്പം നോക്കുക, ഒരു മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണും. ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോ കംപ്ലീറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ. സോ ഇങ്ങനത്തെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്തെയും മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 90% എന്താ ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെട്രിക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലോട്ട് എങ്ങനെയാണ് യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്സ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ മാത്സിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ഫോർമുല തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റനിൽ യൂസ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ മെട്രിക്സിന്റെ ഇംപ്ലിമെന്റേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. അടുത്ത ലീനിയർ സെർച്ചും പിന്നെ ബബിൾ സോർട്ടിന്റെ കോഡ് നല്ലൊരു ഓർത്ത് വെച്ചേക്കുക, പഠിച്ചു വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ ഇവരെ വേരിയേഷൻസ് എല്ലാ തവണ ക്വസ്റ്റനിൽ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന given a number, find whether it is present in the list or not. If it is found, എന്താ പറയുക, print the location. If it is not found, add it to the end of the array. സോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറാണ്. നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ട് നമ്മൾ ലീനിയർ സെർച്ച് വെച്ചിട്ട് നമ്മൾ എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിലെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും. ഇൻ കേസ് ആ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ അറേയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ലീനിയർ സെർച്ചിന്റെ വേരിയേഷൻ ആയിട്ട്. അതുപോലെ തന്നെ ബബിൾ സോർട്ട് ചെയ്തിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, സോർട്ട് എ നമ്പർ, സോർട്ട് എ ലിസ്റ്റ് യൂസിങ് ബബിൾ സോർട്ട്, അല്ലെങ്കിൽ സോർട്ട് ആൻ അറേ യൂസിങ് ബബിൾ സോർട്ട് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അതിന്റെ വേരിയേഷൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ്, ഫൈൻഡ് ദ സ്മോളസ്റ്റ്, ഫൈൻഡ് ദ ലാർജസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ കേത്ത് ലാർജസ്റ്റ് എലമെന്റ്. ഇതൊക്കെ പറയുന്നത് എന്താണ്, ബബിൾ സോർട്ടിന്റെ വേരിയേഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബബിൾ സോർട്ട് വെച്ചിട്ട് അറേനെ നമ്മൾ സോർട്ട് ചെയ്ത് തരുന്നത് നമുക്ക് ഏത് ഓർഡറിലാണ് കിട്ടുന്നത്, അസെൻഡിങ് ഓർഡറിലാണ് കിട്ടുന്നത്. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ എലമെന്റ് അതായത് അറേ ഓഫ് 0 നമ്മൾ പ്രിന്റ് ഔട്ട് ചെയ്താൽ മതി. ഇപ്പൊ ലാർജസ്റ്റ് എലമെന്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, അറേ ഓഫ് n നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് അവിടെ കിട്ടും. ഇൻ കേസ് നമ്മളോട് ചോദിക്കുന്നത് കേത്ത് ലാർജസ്റ്റ്, അതായത് കേത്ത് ലാർജസ്റ്റ് എലമെന്റ് ആണ്, നമ്മൾ എന്ത് ചെയ്താൽ മതി, അറേ ഓഫ് n മൈനസ് k നമ്മൾ പ്രിന്റ് ചെയ്താൽ മതി. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം അറേനെ സോർട്ട് ചെയ്യും. ഇപ്പൊ സ്മോളസ്റ്റ് ആണ് ചോദിക്കുന്നത്, നമ്മൾ അറേ ഓഫ് 0 പ്രിന്റ് ചെയ്യും. ലാർജസ്റ്റ് ആണ് ചോദിക്കുന്നെങ്കിൽ അറേ ഓഫ് n എന്ന് പറയുന്നത് എന്താണ്, അറേയുടെ സൈസ്. അടുത്തത് നമ്മൾ എന്താ, ഇപ്പൊ കേത്ത് ലാർജസ്റ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്, സെക്കൻഡ് ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, കേത്ത് ലാർജസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ കേത്ത് ലാർജസ്റ്റ് എലമെന്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, n മൈനസ് k ചെയ്യും. കെയുടെ വാല്യൂ എന്താകാൻ പറ്റും, സെക്കൻഡ് ആകാൻ പറ്റും, തേർഡ് ആകാൻ പറ്റും, ഫോർത്ത് ആകാൻ പറ്റും, ഫിഫ്ത്ത് ആകാൻ പറ്റും, സിക്സ്ത് ആകാൻ പറ്റും. ഓക്കെ, സോ അതാണ് എന്താ പറയുക ബബിൾ സോർട്ട്. അതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് വേരിയേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സ്ട്രിങ്ങും സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, സ്ട്രിങ്ങും സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസും ഉണ്ട്. അതായത് len, str, len, str, upr, str, lwr, അല്ലെങ്കിൽ str കമ്പാരിസൺ, കോപ്പി, cpy. സോ അങ്ങനെ എന്തുണ്ട്, സ്ട്രിങ്സ് എന്താണെന്നും നമ്മൾ സ്ട്രിങ്സിൽ എന്തിനാ നൾ ക്യാരക്ടർ, അതായത് സ്ട്രിങ്ങിന്റെ എൻഡിങ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ /0 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിൽ ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ്ങിൽ ആഡ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്, സ്ട്രിങ് എൻഡ് ആയെന്ന് നമ്മൾ സി കമ്പൈലർ വരുത്തുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി സി കമ്പൈലർ എന്ത് ചെയ്യും, സ്ട്രിങ്സിന്റെ ഏറ്റവും അവസാനം ഒരു /0 ഇടും. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ലെറ്റർ ഉള്ള ഒരു സ്ട്രിംഗ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്യും,
4 സ്പേസ് യൂട്ടിലൈസ് ചെയ്യും. കാരണം എന്താ, അവസാനം ഒരു നൾ ക്യാരക്ടർ കൂടി അവിടെ എന്താവുന്നു പ്രിന്റ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കാറ്റ് എന്നാണ് എന്റെ ഇൻപുട്ട് എങ്കിൽ അത് സിയിൽ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, കാറ്റ് എന്ന് പറയുന്ന ശേഷം ലാസ്റ്റ് എന്താണ് ഒരു ബാക്ക്വേർഡ് സ്ലാഷ് സീറോയും കൂടി അവിടെ കണ്ടിരിക്കും. പിന്നെ STR ലെങ്ത് ഫംഗ്ഷൻ ഉണ്ട്. STR ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി STR UPR എന്ന അപ്പർ, LWR എന്ന് വെച്ചാൽ ലോവർ, അങ്ങനെ സ്ട്രിങ്സ് റിലേറ്റഡ് 6 ഫംഗ്ഷൻസ് ഉണ്ട്. അവരെന്താണെന്നും അതുപോലെ അവരെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ സ്ട്രിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോഗ്രാംസ് ചോദിക്കാൻ, ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് എത്ര വൈറ്റ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് ഏതൊക്കെയാണ് വവൽസ്, ഏതൊക്കെയാണ് കോൺസണൻസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനിൽ സ്ട്രിങ്സ് റിലേറ്റഡ് ചോദിക്കാറുണ്ട്. അടുത്ത മോഡൽ 4 എന്ന് പറയുമ്പോഴേക്കും ഫംഗ്ഷൻസ് വരുന്ന മോഡൽ 4-ലാണ്. സോ അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യുക, ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന്, ഒരു ഫംഗ്ഷൻ എന്തിനാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കി വെക്കുക. അടുത്ത റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്താണെന്നും അവരെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി വെക്കുക. സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് മോഡൽ 4 നോക്കാനുള്ള. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു മോഡൽ 2 എന്ന് മോഡൽ 3 എന്ന് ചോദിച്ചാലും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് പറയും, റൈറ്റ് എ ഫംഗ്ഷൻ ടു എന്താ പറയുക, സോർട്ട് എ ലിസ്റ്റ് എന്നായിരിക്കും പറയുന്നത്. സോ സോർട്ട് എ അറേ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ബബിൾ സോർട്ടിനെ ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ അറേ വാല്യൂ പാസ് ചെയ്തിട്ട് അറേനെ സോർട്ട് ചെയ്ത് തിരിച്ച് അറേനെ കൊണ്ടുവരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ സോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് എന്ത് ചെയ്യും, ഇപ്പൊ സം ഓഫ് n നമ്പേഴ്സ് ക്രിയേറ്റ് എ ഫംഗ്ഷൻ ടു ഫൈൻഡ് സം ഓഫ് n നമ്പേഴ്സ്. അവിടെ എന്ത് ചെയ്യണം, മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കാണും, അതുപോലെ തന്നെ എന്താ സം കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻഡ് സം എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനും അവിടെ കാണും. സോ അതുപോലെ നിങ്ങൾ എന്ത് ചോദിക്കാറുണ്ട്, സോ ഫംഗ്ഷൻസ് ഇങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആലോചിക്കുക. ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ജസ്റ്റ് എന്താ, ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷന്റെ നെയിം, നമ്മൾ എടുക്കാൻ യൂസ് ചെയ്യുന്ന വാല്യൂസ്, അതിന്റെ അകത്ത് നിങ്ങൾ എങ്ങനെയാണോ നോർമൽ ആയിട്ട് ഒരു കോഡ് എഴുതുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കോഡ് അവിടെ എഴുതുക. അടുത്ത ഫാക്ടോറിയൽ ഫിബൊനാച്ചി സീരീസിന്റെ റിക്കേഴ്സീവ് കോഡ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയത്. കാരണം എല്ലാ വർഷം ചോദിക്കാറുണ്ട്, ഒന്നെങ്കിൽ ഒരു ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഫിബൊനാച്ചി യൂസിങ് റിക്കേർഷൻ ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക, ഫാക്ടോറിയൽ യൂസിങ് റിക്കേർഷൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് യൂസിങ് റിക്കേർഷൻ, ഇതിന്റെ രണ്ടിന്റെ കോഡും മെയിൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകുക. കാരണം എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ഒരു 95% എന്താ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരെണ്ണം എന്താ ചോദിക്കാറുണ്ട്. അടുത്ത സ്ട്രക്ചർ എന്താണ്, യൂണിയൻ എന്താണെന്നുള്ള തിയറി പഠിക്കുക, അവരെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താ അറേ പോലെ തന്നെയാണ്, പക്ഷെ അറയ്ക്കകത്ത് എങ്ങനെയാണ് നമുക്ക് സെയിം ഡേറ്റ ടൈപ്പ് ഉള്ള വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രക്ചറിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് സ്ട്രക്ചറിന്റെ അകത്ത് ഒരു സ്റ്റുഡന്റിന്റെ പേര്, റോൾ നമ്പർ, മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. യൂണിയൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ അവർ തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ സ്ട്രക്ചറിന്റെ അകത്ത് ഇപ്പൊ റോൾ നമ്പർ, നെയിം, മാർക്ക് എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ ഉണ്ടെങ്കിൽ 3 പേര് ഇരിക്കുന്ന എന്തായിരിക്കും, 3 ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അതേസമയം യൂണിയനിലാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 3 പേര് ഇരിക്കുന്ന എന്തായിരിക്കും, ഒരു സെയിം റൂം നമ്പർ തന്നെ ആയിരിക്കും. സോ സ്ട്രക്ചറിൽ എന്താവത്തില്ല, ഡേറ്റാസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓവർ റൈറ്റ് ആവത്തില്ല. കാരണം എന്താ, റോൾ നമ്പർ ഇരിക്കുന്ന ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആണ്, നെയിം ഇരിക്കുന്ന ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആണ്, മാർക്ക് ഇരിക്കുന്ന ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് എന്താ സംഭവിക്കത്തില്ല, അവർ തമ്മിൽ വാല്യൂസ് ഓവർ റൈറ്റ് ആവത്തില്ല. അതേസമയം യൂണിയനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 3 ഇരിക്കുന്ന സെയിം മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് അവസാനം വന്ന വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത്. സോ അതാണ് എന്താ സ്ട്രക്ചറും യൂണിയൻ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. അതുപോലെ തന്നെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചോദിക്കാറില്ല. ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്, മെമ്മറി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രക്ചറിലെ ഏതെങ്കിലും ഒരു കോഡ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതായത് നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നത്, എക്സാമിന് ചോദിച്ചിരിക്കുന്നത് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. സോ നമ്മൾ അതിന്റെ എങ്ങനെയാ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോർത്ത് വെച്ചേ. അതായത് സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ്, സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ്, അതുപോലെ സ്ട്രക്ചറിന്റെ നെയിം, ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റുഡന്റ് ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റുഡന്റ്, അതുപോലെ തന്നെ എന്താ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമ്മൾ എഴുതണം. അതായത് ഇപ്പൊ ഇൻഡ് റോൾ നമ്പർ എടുക്കുന്നുണ്ട്, ഒരു ക്യാരക്ടർ അറേ ഫോർ നെയിം ഞാൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മാർക്ക് ഞാൻ ഡിക്ലെയർ ചെയ്തു. സോ ഇതാണ് എന്തെന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ക്രിയേഷൻ. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്ട്രക്ചർ യൂസ് ചെയ്യണം, ഞാൻ ഇതിന്റെ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, വീണ്ടും സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ വേരിയബിൾ നെയിം പോരാണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു സ്റ്റുഡന്റ് STUDUID എന്ന് കൂടെ എടുക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനി നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ സ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ട്രക്ചറിന്റെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഇനി എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റഡ് ഡോട്ട് റോൾ എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് പറ്റും, റോൾ നമ്പർ യൂസ് ചെയ്യാൻ പറ്റും.
സ്റ്റഡ് ഡോട്ട് നെയിം എന്ന് കൊടുത്താൽ എനിക്ക് നെയിം യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റഡ് ഡോട്ട് മാർക്ക് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മാർക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് എന്തെന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ. സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കോഡ് നമുക്ക് തിരുത്താൻ പറ്റും. അതായത് ഇവിടെ തന്നെ നോക്കിയോ, ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ് ചെയ്തത്, സ്റ്റുഡന്റ് ആയിരുന്നു ചെയ്തത്. ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റിന് ചോദിക്കുന്നത് എന്തായിരിക്കും, ക്വസ്റ്റിന് ചോദിക്കുന്നത് ഇംപ്ലിമെന്റ് എ ബുക്ക് സ്റ്റോർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഈ സ്ട്രക്ട് മാറ്റിയിട്ട് എന്താക്കുക, ബുക്ക് എന്നാക്കുക. ഇവിടെ നമ്മൾ എന്താക്കും, ബുക്ക് നമ്പർ എന്നാക്കും, ബുക്ക് നമ്പർ എന്നാക്കും. ഇവിടെ നമ്മൾ എന്താക്കും, ബുക്ക് നെയിം എന്നാക്കും. ഇവിടെ നമ്മൾ എന്താക്കും, പ്രൈസ് എന്നാക്കും. ഇനി എംപ്ലോയി ആണ് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയി എന്ന് കൊടുക്കും. എംപ്ലോയി നമ്പർ എന്ന് കൊടുക്കും. അതുപോലെ തന്നെ എന്താ, എംപ്ലോയി നെയിം എന്ന് കൊടുക്കും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയി നെയിം എന്ന് കൊടുക്കും. ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, സാലറി കൊടുക്കും. അതായത് ഒരു സെയിം ക്വസ്റ്റിന്റെ തന്നെ എന്താണ് വേരിയേഷൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് വെക്കുന്നത്, സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നത്. സോ ഏതെങ്കിലും ഒരെണ്ണം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കുന്ന വേരിയേഷൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മോഡ്യൂൾ 5 പിന്നെ വരുന്ന മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5ന്റെ അകത്ത് പോയിന്റർ എന്താണെന്നും പോയിന്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ആ തിയറി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്വാപ്പ് ടു നമ്പേഴ്സ് യൂസിങ് പോയിന്റേഴ്സ്, അതായത് രണ്ട് നമ്പറിനെ പോയിന്റേഴ്സ് യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് പഠിച്ചു വെച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്വാപ്പ് ടു നമ്പേഴ്സ് എന്ന് മാത്രമായിരിക്കും, പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, പോയിന്റർ യൂസ് ചെയ്ത് അവർ രണ്ടുപേരും സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ സ്വാപ്പ് ടു നമ്പേഴ്സ് യൂസിങ് പോയിന്ററിന്റെ കോഡ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫയൽസ് എന്താണെന്നും ഫയൽ ഹാൻഡ്ലിങ്സ് എന്താണെങ്കിലും അതുപോലെ തന്നെ ഫയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എഫ് ഓപ്പൺ ഉണ്ട്, എഫ് ക്ലോസ് ഉണ്ട്, എഫ് സീക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്തുണ്ട്, ഇഷ്ടംപോലെ 6 ഫയൽ ഫങ്ഷൻസ് ഉണ്ട്. അതെല്ലാം എന്താണെന്നും അവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഫയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോഗ്രാംസ്, അതായത് കൗണ്ടിങ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഫയലോ, അല്ലെങ്കിൽ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ന്യൂ ലൈൻസ് ഇൻ എന്താ പറയുക ഫയലോ, അല്ലെങ്കിൽ ഫയലിന്റെ അകത്ത് ആൽഫബറ്റ് ഉണ്ടെങ്കിൽ അവരെ സ്മോൾ ലെറ്റർ ആക്കാനോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വവൽസ് ഉണ്ടെങ്കിൽ അവരെ കോൺസണൻസ് ആക്കാനോ, അങ്ങനെ എന്ത് ചോദിക്കാറുണ്ട്, ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമുക്ക് 5 മോഡുകളിലും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കി വെക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി എക്സാമിൽ ആൻസർ ചെയ്യാനുള്ള രീതി, തിയറി ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ പോയിന്റ് എന്താണോ ആ പോയിന്റ് അവിടെ കൃത്യമായിട്ട് എഴുതുക. ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സസ് ഏതൊക്കെയാണെന്നെങ്കിൽ നമുക്ക് 4 സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. അവർ ഓട്ടോ ആണ്, സ്റ്റാറ്റിക് ആണ്, രജിസ്റ്റർ ആണ്, എക്സ്റ്റേൺ ആണ്. അങ്ങനെ എന്ത് ചെയ്യുക, അത് ഏതാണോ ആ പോയിന്റ് ആയിട്ട് അവിടെ മാക്സിമം എഴുതുക. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്, നമ്മളെല്ലാരും എന്താ ഒരേപോലെ പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിയണമെന്ന് ഉള്ളവരല്ല. സോ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടാക്കിൾ എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതുക. അതായത് ഇപ്പൊ എനിക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബേസിക് ആയിട്ട് ആദ്യം പറയും എന്താ, ഇൻക്ലൂഡ് stdio.h. അടുത്തത് ഏതെങ്കിലും വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്റ് എന്നോ, ഇപ്പൊ ലിസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലിസ്റ്റിന്റെ ലെന്ത് എടുക്കാൻ വേണ്ടി എന്നോ, അല്ലെങ്കിൽ സമ്മിന് വേണ്ടി ഒരു 0, അങ്ങനെ എന്ത് ചെയ്യും, വേരിയബിൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അടുത്ത യൂസറിൽ നിന്ന് എന്തെടുക്കും, ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു കോഡ് അവിടെ എഴുതും. പിന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഒരു ഫോർ ലൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറ്റുന്ന അത്ര എന്ത് ചെയ്യുക, അവിടെ മാക്സിമം കോഡ് എഴുതുക. കാരണം നിങ്ങളുടെ ലോജിക്ക് തെറ്റാണെങ്കിൽ നിങ്ങളെ മാക്സിമം അറ്റംപ്റ്റ് എന്ത് കിട്ടും, അവിടെ ഈസി ആയിട്ട് മാർക്ക് കിട്ടും. ഇവിടെ ഞാൻ ഹാഷ് ടാഗ് ഇൻക്ലൂഡ് ചെയ്തു, സം ഇൻപുട്ട് ചെയ്തു, സമ്മോ എന്തോ ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്ത് ചെയ്തു, സമ്മ് കണ്ടുപിടിക്കാനുള്ള സെന്റൻസ് ആ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു, സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ യൂസറിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തു. ഇപ്പം മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷെ എനിക്ക് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എനിക്ക് എന്ത് വേണം, 2 മെട്രിക്സ് വേണമെന്ന് എനിക്കറിയാം. സോ എന്ത് ചെയ്യും, 2 മെട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. 10. അതുപോലെ തന്നെ എന്താ, 2 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്താലേ എനിക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യും, ഞാൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ 2 മെട്രിക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ 2 മെട്രിക്സിലോട്ടും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ബാക്കിയുള്ള കോഡ് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഫോർ ലൂപ്പ് എന്തെങ്കിലും എഴുതി വെച്ചാലായി. പക്ഷെ ഞാൻ ഇത്രയും എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും, ഓ അത്രയും അറിയാം, പക്ഷെ ലോജിക്കലാണ് ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ സീനില്ല. കാരണം എന്താ, ഇത്രയും എഴുതുന്നതിന് നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. സോ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല,
അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾ എത്രമാത്രം എഴുതുന്ന ഇൻപുട്ട് വരെ എഴുതിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2-3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. സോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പറ്റുന്നത്രയും ആ കോഡിൽ മാക്സിമം എഴുതി വെക്കുക. എന്നും വെച്ച് ചുമ്മാ ഫോർ ലൂപ്പ് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ കയറി ഫോർ ലൂപ്പ് എഴുതല്ലോ. മനസ്സിലായോ? അതായത് ജസ്റ്റ് ആലോചിക്കുക അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും എന്ന് നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക. അപ്പം കോഡ് അറിഞ്ഞുകൂടെങ്കിലും പ്രശ്നമില്ല, നിങ്ങളെ ലോജിക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. സോ അത്ര എഴുതുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം എഴുതുന്നതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരിക്കലും പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. മാക്സിമം പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നൊരു ഭാഗമാണെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് എല്ലാത്തുനിന്നും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കി വെച്ച് നമ്മൾ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സ് ഉണ്ട്, കോളേജിലെ നോട്ട്സ് ഉണ്ട്, കോളേജിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊക്കെ തന്നെ എന്താ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുക. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ള, ഈ ഒരു സി പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി വെക്കുക. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ തവണ കുറെ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ പേപ്പേഴ്സിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ, പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ്, അതായത് എക്സാം നമ്മൾ രാവിലെ അല്ലെങ്കിൽ എക്സാമിന് രാവിലെ എണീക്കുക അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താക്കിയാണ് അവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വായിച്ചു നോക്കുന്ന സമയത്ത് ഇതിന് വന്നാൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങളിപ്പം ട്രൈ ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആലോചിക്കുക ഈ പ്രോഗ്രാം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ലോജിക്ക് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. സോ ഇത്രേ ഉള്ളൂ. എന്താ പറയാ, നമുക്ക് സിയിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ എന്താ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. തിയറി മാത്രം പഠിച്ചാൽ പാസ് ആവുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം പാറ്റേൺ ചേഞ്ച് ആവും. കാരണം 4 വർഷം കൂടുമ്പോൾ പാറ്റേൺ ചേഞ്ച് ആവാറുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് എന്താ പറയാ, ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിഞ്ഞൂടെങ്കിലും അറിയാവുന്നത്തോളം എഴുതുന്നതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് നന്നായിട്ട് കിട്ടും. സോ അത്രേ ഉള്ളൂ. സോ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വിൽ ബി ഓപ്പൺ ടു ആൻസർ. സോ പ്രിപ്പയർ വെൽ ആൻഡ് ഈ എക്സാം ഈസി ആയിരിക്കും, ടെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചിരുന്നാൽ മതി. ഈസി ആയിട്ട് എന്ത് പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ ഗുഡ് ലക്ക്.